ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂയന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യോപിതാശാഖം വന്ദേ വാൽമീകി കോവിലം. വാൽമീകിരിസംഭൂതരാമംഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗപ്പുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 153 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് യുദ്ധകാണ്ഡത്തിലെ പ്രതിപാദ്യമാണ് നമുക്ക് വിഷയം. സുന്ദരകാണ്ഡത്തിനൊടുവിൽ ഹനുമാൻ തിരിച്ചു വന്നിട്ട് രാമനോട് എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു. രാവണൻ്റെ രാജധാനിയായ ലങ്കയിലെ സൈനിക ബലത്തെക്കുറിച്ചും അവിടുത്തെ കോട്ട കൊത്തളങ്ങളെക്കുറിച്ചും 10,000-കണക്കിനും ലക്ഷക്കണക്കിനും രാക്ഷസന്മാർ ഓരോ ഗോപുരത്തിലും കാവലുണ്ട് എന്നൊക്കെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ടതിന് ശേഷം രാമൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യുദ്ധകാണ്ഡത്തിലെ 1-ാം സർഗം ആരംഭിക്കുന്നത്. സത്വാഹനുമതോ വാക്യം യഥാവദഭിഭാഷിതം രാമ പ്രീതിസമായുക്തോ വാക്യമുത്തരമബ്രവീത്. രാമൻ പ്രീതനായിട്ട് ഉത്തരം പറഞ്ഞു എന്നാണ്. എന്താ പറയുന്നത്? ഹനുമാനോട് സുഗ്രീവനോടൊക്കെ ആയിട്ട് പറയാണ്, കഥം ഹനുമതാകാര്യം സുമഹത് ഭുവിദുർലഭം. പ്രത്യേകിച്ച് സുഗ്രീവനോട് പറയാണ്, ഈ ഹനുമാൻ ചെയ്തത് ലോകത്തിലെ പലർക്കും ചെയ്യാൻ കഴിയാത്താണ്, ദുർലഭമായ കാര്യമാണ്. മനസ്സാവിയതന്യേന അശക്യം ധരണീതലേ. മറ്റൊരാൾക്ക് മനസ്സുകൊണ്ട് വിചാരിക്കാൻ പോലും സാധിക്കില്ല, അത്രയധികം ബലവീര്യങ്ങൾ ആവശ്യമുള്ള സംഗതിയാണ് ഈ ഹനുമാൻ ചെയ്തത്. ക്രൂരരാക്ഷസന്മാരുടെ കോട്ടയായ ആ ലങ്കയിൽ ചെന്നിട്ട് കാര്യം സാധിച്ച് തിരിച്ചു വന്നല്ലോ. അതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, പ്രവിഷ്ട സത്വമാശ്രിത്യ ജീവൻ ഗോ നാമ നിഷ്ക്രമേത്. സാധാരണ ഒരാൾക്ക് ലങ്കയിൽ കടന്നിട്ട് ജീവനോടുകൂടി തിരിച്ചു വരാൻ സാധിച്ചൊന്നുമില്ല. കാരണം രാക്ഷസന്മാരുടെ ദൃഷ്ടിയിൽപ്പെട്ട് അയാൾ വധിക്കപ്പെടും. ഈ ഹനുമാനൊക്കെ ചെയ്തല്ലോ. ഇങ്ങനത്തെ ഭൃത്യന്മാരുള്ളവർക്ക് എന്താ സാധിക്കാത്തത്? യോഹിവൃത്യോ നിയുക്തസൻ ഭർത്തൃകർമ്മണി ദുഷ്കരേ കുര്യാൽ തദനുരാഗേണ തമാഹു പുരുഷോത്തമം. ഇങ്ങനെ തൻ്റെ യജമാനരുടെ നിർദ്ദേശങ്ങൾ കഴിയുന്നത്ര വ്യക്തമായി പാലിക്കുകയും ഉപകാരപ്രദമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് പുരുഷോത്തമനായിരിക്കുന്ന ആൾ എന്നൊക്കെ അദ്ദേഹത്തെ കുറച്ച് പുകഴ്ത്തി. നിയുക്തോ നൃപതേ കാര്യം കുര്യാദ്യസമായുധ. മറിച്ച് യജമാനൊന്നിന് നിയോഗിച്ചു കഴിഞ്ഞാൽ അതുവേണ്ട പോലെ ചെയ്യാത്തവർ അധമന്മാരാണ്. ഈ ഹനുമാൻ ശ്രേഷ്ഠനായ ആളാണെന്ന് പറയാൻ. ഏഷ സർവസ്യ ഭൂതസ്തു പരിഷ്യങ്കോ ഹനുമത. അപ്പോൾ ഇത്രയധികം മഹത്തായ ഉപകാരം ചെയ്ത ഈ ഹനുമാന് താൻ എന്താണ് പ്രതിഫലമായിട്ട് കൊടുക്കാൻ പോകുന്നത്? ഒന്നും പ്രതിഫലം കൊടുക്കാൻ കഴിയില്ല. അത്രയധികം വലിയ സേവനമാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ അദ്ദേഹത്തെ എന്ത് ചെയ്യാം? ആലിംഗനം ചെയ്യാനാണ്. പരിഷ്വങ്കോ ഹനുമത. അത് തന്നെയാണ് വലിയ ബഹുമാനം എന്നാണ്. അതുകൊണ്ട് ഈ മഹാത്മാവിനെ ഞാൻ ആശ്ലേഷിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി എങ്ങനെയാണ് ലങ്കയിൽ പ്രവേശിച്ചിട്ട് രാവണാദി രാക്ഷസന്മാരെ വധിച്ച് സീതയെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള വിചാരമാണ്. ആദ്യം തന്നെ പറഞ്ഞു, സുഗ്രീവനോട് രാമൻ പറഞ്ഞു, താങ്കൾ സീതാന്വേഷണം നടത്തിത്തരാ എന്ന് പറഞ്ഞു. അത് വേണ്ടതുപോലെ ചെയ്തു. പക്ഷേ ഈ സമുദ്രം കിടന്ന് നമ്മളെങ്ങനെ അങ്ങോട്ട് ചെല്ലും എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ദുഃഖിച്ചു. വളരെയധികം ചിന്തയിൽ ആയി എന്നാണ്. ഹനുമന്തം ഇത്യുക്ത ശോകസംഭ്രാന്തോ രാമ ശത്രുവിർഹണ. ശത്രുക്കളെ കൊടുക്കാൻ കഴിയുന്നവനായ രാമൻ ശോകസംഭ്രാന്തനായി എന്നാണ്. എന്നിട്ട് ആലോചനയിൽ ആണ്ടിരുന്നു, ഇനി എന്ത് ചെയ്യുമെന്നാണ്. 2-ാം സർഗത്തിൽ ഇങ്ങനെ ശോകപരാധീനായിരിക്കുന്ന ആളെ കണ്ടപ്പോൾ, ആ രാമനെ കണ്ടപ്പോൾ സുഗ്രീവൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞു, അങ്ങ് ദുഃഖിക്കരുത്. കിം ത്വയാ തപ്യദേവീര യഥാ അന്യ പ്രാഗതസ്തഥാ. ഒരു പ്രാഗതരെ പോലെ അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? ശരിയല്ല. കാരണം ഇവിടെ 1000-കണക്കിന് വാനരന്മാരുണ്ട്. ഇവരൊക്കെ വളരെയധികം ബലവീര്യങ്ങളോടുകൂടിയവരാണ്. ആരെങ്കിലുമൊക്കെ ആയിട്ട് പോകാൻ നമുക്ക് ലങ്കയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നൊക്കെ സമാധാനിപ്പിക്കാൻ. ത്യജേ മാം പ്രാകൃതാം ബുദ്ധിം. അതുകൊണ്ട് ഈ പ്രാകൃതമായ ബുദ്ധി അങ്ങ് ഉപേക്ഷിക്കുമോ? ഉത്സാഹമുള്ളവന് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. ദുഃഖങ്ങൾ
വിചാരിച്ചാൽ വിപരീതം വിചാരിച്ചു തുടങ്ങിയാൽ ഉത്സാഹശാലീകരിക്കാൻ കഴിയില്ല. നമുക്ക് എന്ത് ചെയ്യാം? സമുദ്രം ലംഘയിത്വാതു അക്രസമാകുലം, അനേകം തിമിംഗലങ്ങളോടും മുതലകളോടും കൂടിയതായ സമുദ്രം കടന്ന് നമുക്ക് ലങ്കാമാരോഹയിഷ്യാമോ ഹനിഷ്യാസ്തേരിവും, ആ ലങ്കയിൽ ചെന്ന് വിട്ടിട്ട് അങ്ങയുടെ ശത്രുവായ രാവണനെ വധിക്കാൻ സാധിക്കും. എന്നുകൊണ്ട് ദുഃഖിക്കരുത്, സമാധാനിച്ചു. സേതുരത്രയഥാപശ്യേമതാംബര്യം, എന്ത് ചെയ്യാം? സമുദ്രത്തിൻ്റെ നിനക്ക് സേതു, ഒരു പാലം, ഒരു അണ കെട്ടിയിട്ട് സമുദ്രത്തെ മറികടക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമോ? നിഷ്ഠാതം ഹിപ്പുരീൻ ലങ്കാൻ ത്രികൂട ശിഖരേ സ്ഥിതം, ത്രികൂട പർവ്വതത്തിൻ്റെ മേലെയാണ് ഈ ലങ്കയുള്ളത്. അവിടേക്ക് വഴി ഉണ്ടാക്കി നമുക്ക് കടക്കാം. അങ്ങ് എന്തുകാര്യത്തിലും ദുഃഖിക്കരുത്. കാരണം ദുഃഖം പുരുഷസ്യ ലോകേസ്മിൻ ശോകശൗര്യാപകർഷണ. അനുശോചനം തുടങ്ങിയാൽ, ആ ദുഃഖം തുടങ്ങിക്കഴിഞ്ഞാൽ പൗരുഷമൊക്കെ ഇല്ലാണ്ടാവും. ദുഃഖിച്ച് കഴിയുമ്പോൾ നമ്മുടെ വീര്യമൊക്കെ നശിച്ചു പോയി. അതുകൊണ്ട് അസ്മിൻ കാലേ മഹാപ്രാജ്ഞ സത്വമാധിഷ്ഠതേജന, തേജസ്സോടുകൂടി ഇരിക്കുമോ, സാത്വികമായ ബുദ്ധിയെ അവലംബിക്കുമോ, ദുഃഖിക്കരുത് എന്നൊക്കെ സുഗ്രീവൻ പറയാൻ. അങ്ങയുടെ കാര്യം സാധിപ്പിക്കാന്നൊക്കെ വേണം ഈ വാനരന്മാരുടെ വാനരേഷു സമാസക്തൻ അതേ കാര്യം വിൽച്ചതേ അചിരാദ്രക്ഷതേ സീതാം തീർത്വ സാഗരമക്ഷയം. ഈ സമുദ്രമൊക്കെ താഴെയിട്ട് വലിയ താമസമില്ലാതെ അങ്ങ് സീതയെ കാണാൻ സാധിക്കും. അങ്ങ് ഒന്നുകൊണ്ട് വിഷമിക്കരുത്. നിശ്ചേഷ്ട ക്ഷത്രിയ മന്ദ സർവേ രണ്ടസ്വിഞ്ചതി. നിശ്ചേഷ്ടന്മാരായിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. എന്തായാലും ആദ്യത്തെ ഒരു വലിയ പ്രതിസന്ധി ഉള്ളത് ഈ സമുദ്രം കിടക്കുക എന്നുള്ളത് മാത്രമാണ്. സമുദ്രം കടന്ന് ലങ്കയിലെത്തി എന്ന് പറഞ്ഞാൽ പിന്നെ രാവണന് പിന്നെ നിലനിൽപ്പുണ്ടാവില്ല. അതിനുള്ള വഴി ആലോചിക്കും. അതുകൊണ്ട് സമുദ്ര ലംഘനത്തിനുള്ളതായ വഴി ആലോചിക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പ്രതിജഗ്രാഹ, ആ സുഗ്രീവൻ്റെ വാക്കുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് കാകുത്സനായ, കുത്സന്റെ വംശത്തിൽ ജനിച്ച ആളാണ് കാകുത്സനായ രാമൻ ഹനുമാനോടും പറഞ്ഞു, എങ്ങനെയാണ്, ഏത് നിലയിലാണ് സമുദ്രതരണം ചെയ്യാൻ സാധിക്കുക എന്ന് പറയാണ്. തപസാ സേതുബന്ധേന സാഗരോച്ഛേഷണേന. ഒന്നുകിൽ സമുദ്രത്തിലെ ജലം മുഴുവൻ വറ്റിച്ച് കളഞ്ഞിട്ടും, ഇപ്പം നമുക്കൊരു പരിഹാസമായിട്ട് തോന്നുമെങ്കിലും ഒക്കെ ശക്തി കൊണ്ട് സാധിക്കുന്നുള്ള സങ്കല്പം. തപസ്സുകൊണ്ടോ ഈ ജലാധിപതിയായിരിക്കുന്ന അവരെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ചിറകെട്ടിയിട്ടോ സർവഥാപി സമർത്ഥോസ്മി സാഗരസ്യ ലംഘനെ. എങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ അപാരമായിരിക്കുന്ന സമുദ്രം കടക്കുക തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. ഏതായാലും അങ്ങൊരു കാര്യം ചെയ്യൂ, എന്തൊക്കെയാണ് ലങ്കയിലെ സൈന്യത്തിൻ്റെ വലിപ്പം, അവിടെ ദുർഗങ്ങൾ, ഇതൊക്കെ സാമാന്യമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകം ചോദിക്കുകയാണ്, അവിടെ എത്രത്തോളം സൈനിക സന്നാഹങ്ങളുണ്ട്, അവിടുത്തെ സുരക്ഷാസേനകൾ എങ്ങനെയുള്ളവരാണ്, എങ്ങനെയാണ് ലങ്ക സംരക്ഷിക്കപ്പെടുന്നത്, അതൊക്കെ വിസ്തരിച്ച് പറയുമെന്ന് പറഞ്ഞു. ശ്രുത്വാ രാമസ്യോജനം ഹനുമാന്മാർ താല്പര്യ. ഇപ്പം രാമൻ്റെ ആവശ്യപ്പെടുന്നത് കേട്ടപ്പോൾ വായുപുത്രനായ ഹനുമാൻ പറഞ്ഞു, ശ്രൂയതാം സർവമാഖ്യാസ്യേ, അങ്ങ് കേൾക്കൂ, ഞാൻ എല്ലാം പറയാം എന്ന് പറയാം. ഗുസ്താപുരി യഥാലങ്ക രക്ഷിത യഥാബലൈ. എങ്ങനെയാണ് ആ ലങ്ക രക്ഷിക്കപ്പെടുന്നത്, എന്തൊക്കെ സൈനിക ബലമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നൊക്കെ കേൾക്കൂ എന്ന് പറഞ്ഞ് സാമാന്യം വിശദമായിട്ട് അവിടുത്തെ സൈനിക താവളങ്ങളെക്കുറിച്ചും അവിടെ കാവൽ ഭടന്മാരെക്കുറിച്ചൊക്കെ പറയാൻ, അതൊക്കെ വസ്തുനിഷ്ഠമായ വിവരണങ്ങളാണ്. അതിന് ധാരാളം കവാടങ്ങളുണ്ട്, വലിയ 4 കോട്ടവാതിലുകൾ, കിഴക്കാദിയായിട്ട് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്കൊക്കെ ഗംഭീരമായ കോട്ടകളുണ്ട്. വലിയ ഇതാണ്. ദൃഢബദ്ധ കവാടാനി മഹാപരിഹവന്തിക ചത്വരിവിരന്യസ്യ ദ്വാരാണി സുമഹാന്തിയ. ദ്വാരത്തെ വാതിലുകൾ, കോട്ടവാതിലുകളുണ്ട്. അവിടെ ആൾക്കാർ കാവലുണ്ട്. അവർ കല്ലമ്പുകൾ എഴുതി വിടാവുന്ന വലിയ യന്ത്രങ്ങളുണ്ട്. ഇന്നിപ്പോൾ മിസൈലിനൊക്കെ പറയുമല്ലോ, അതേപോലെ എഴുതി വിടാവുന്ന കല്ലുകൊണ്ടുള്ള എഴുതി വിടാവുന്ന സംഗതികളുണ്ട്. കോട്ടമതിലുകളൊക്കെ സ്വർണ്ണ നിർമ്മിതങ്ങളാണ്. അത് തകർക്കുക എളുപ്പമല്ല. ഈ കോട്ടമതിലിൻ്റെ മേലെ രത്നം, പവിഴം, വൈഡൂര്യം, മുത്ത് മുതലായവ പതിച്ചിട്ടുണ്ട്. അത്രയധികം സമ്പൽസമൃദ്ധവും ഐശ്വര്യം കൊണ്ട് ശോഭിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി പറയാൻ. ഈ കോട്ടമതിലൊക്കെ കടന്നു കഴിഞ്ഞാൽ തന്നെയും അതിനപ്പുറത്ത് വലിയ, ആ കോട്ടമതിൽ കടക്കണ തന്നെ വലിയ കിടങ്ങുകളുണ്ട്.
ആഴമുള്ള കിടങ്ങുകളുണ്ട്. ആ കിടങ്ങുകൾ സാധാരണ കുതിരയ്ക്ക് പോലും ചാടിക്കിടക്കാൻ വിഷമായിരിക്കും. അത് മറികടന്നിട്ട് വേണം കോട്ടവാതിലേക്ക് എത്തിച്ചേരാൻ. അത് വലിയ വിഷമമാണ്. അവയിലാണെങ്കിൽ നിറയെ തണുത്ത വെള്ളമുണ്ട്, മത്സ്യങ്ങളുണ്ട്, മുതലകളുണ്ട്. ഈ കിടങ്ങിൽ വീണ് കഴിഞ്ഞാൽ ജീവഹാനിക്കുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് എത്തിയാൽ തന്നെ കോട്ടവാതിൽ നിന്ന് ധാരാളം പാലങ്ങളുണ്ട്. അവരെങ്ങനെ രാക്ഷസന്മാർക്കെങ്ങനെ കടക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ കോട്ടവാതിലത്തേക്ക് പാലങ്ങളുണ്ടാവും. ആ പാലങ്ങളുടെയൊക്കെ കാവലുമുണ്ട്, കാവൽ ഗ്രഹങ്ങളുണ്ട്. ത്രായന്തേ സംക്രമ തത്ര വനസൈന്യാഗതേ സതി. അന്യസൈന്യങ്ങൾ വന്നാൽ അവരെതിരിടാൻ വെക്കോളം എപ്പോഴും കാവൽ നിൽക്കുന്നവരായ സൈന്യങ്ങളുണ്ട്. അവർ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചിട്ട് ഈ കോട്ടയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരെ വീഴ്ത്തും, കിടങ്ങിൽ വീഴ്ത്തും നിർത്തും. ഇങ്ങനെ വിഷമമുണ്ട്, അങ്ങോട്ട് പോകുക എളുപ്പമല്ല എന്ന് പറയാൻ. യുദ്ധതൽപരനായ രാവണ സേനയെ വേണ്ടും വിധം സംരക്ഷിക്കുന്നുണ്ട്. സ്വതയം നല്ല ബലമുള്ള ആളാണ്, പക്ഷെ സൈനിക ബലവും കൂടി ഉണ്ട് നടത്തും. സ്വയം പ്രകൃതി രാവണോ ഈർസുരാവ രാവണ ഉത്ഥിതാശ്ച അപ്രമത്തശ്ച ബലാനാം അനുദർശനേ. വേണ്ടതുപോലെയൊക്കെ സംരക്ഷിക്കുന്നതിൽ വളരെ ഉത്സാഹമുള്ള ആളാണ് രാവണൻ. വളരെ ഉത്സുകനായിട്ട് ജാഗ്രതയോട് കൂടിയിട്ട് തൻ്റെ കോട്ട നിൽക്കുന്നുണ്ട്. അവിടെ ഓരോ ദിക്കിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭടന്മാരുണ്ട് എന്നൊക്കെയാണ് വിവരണം. ഐതം രാക്ഷസാമത്ര പൂർവ്വദ്വാരം സമാശ്രിതം. അത് കിഴക്കെന്ന് പറഞ്ഞു തുടങ്ങിയാൽ കിഴക്കേ ഭാഗത്ത് ആയുധം എന്ന് വെച്ചാൽ 10,000 എന്നൊക്കെ അർത്ഥം. 10,000കണക്കിന് സൈന്യങ്ങൾ ഉണ്ട്. അത് പരമദുർജയമായിരിക്കുന്ന സ്ഥലമാണ്. കിഴക്കേ കോട്ടവാതിൽ ശൂലമേന്തിയിട്ട് അജയ്യരായ സാമാന്യക്കാർക്ക് തോൽപ്പിക്കാൻ കഴിയാത്തതായ 10,000 രാക്ഷസന്മാരുണ്ട്. തെക്കേ വാതിക്കലാകട്ടെ ചതുരംഗ സൈന്യത്തോട് കൂടിയിട്ട് 1,00,000 യോദ്ധാക്കളുണ്ട്. ഇത്രയൊക്കെ ബലവാനായിരിക്കുന്ന ഒരാൾക്ക് ഇത്രയധികം സുരക്ഷാ സൈന്യം എന്താണെന്ന് തോന്നാം. പക്ഷെ ലോകത്ത് കാണുകയാണ് കൂടുതൽ ബലമുണ്ട് വിചാരിക്കുന്നവർ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരെ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. 1,00,000 സൈന്യം ഉണ്ടെന്നാണ് തെക്കേ ഭാഗത്ത്. അതും ചതുരംഗ സൈന്യമാണ്. ചതുരംഗത്താൽ കാലാൾ, കുതിര, തേര്, ആന ഇതോടുകൂടിയ പടയാണ്. ഇതൊക്കെ ഈ ത്രികൂടപർവ്വതത്തിൻ്റെ മേലെ സമുദ്രത്തിന് നികലായിട്ട് ഇതൊക്കെ നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ വിവരണമാണ്. വളരെ വിസ്തൃതിയുള്ള സ്ഥലമായിരിക്കണം. അവിടെ ഇത്രയൊക്കെ സൈന്യങ്ങൾ കാവൽ തന്നെ നിൽക്കണമെങ്കിൽ എത്ര വലിപ്പമുണ്ടായിരിക്കണം. തെക്കേ ഭാഗത്തെ 1,00,000 യോദ്ധാക്കളുണ്ടെന്നാണ്. ഈ പടിഞ്ഞാറത്ത് നിന്നാലോ നിർബുധൻ രക്ഷതാമത്ര ഉത്തരദ്വാരമാശ്രിതം. പടിഞ്ഞാറേ ഈ കാവൽ മണ്ഡപത്തിലാകട്ടെ അഥവാ അതിൻ്റെ കോട്ടയിലാകട്ടെ 10,00,000 ആൾക്കാരുണ്ടെന്ന്. ഒരു വാളും പരിചയമൊക്കെ എടുത്തിട്ട് എല്ലാവരും ജാഗ്രതയോട് കൂടിയിട്ട് നിൽക്കുന്നവരാണ്. ഒരു സർവാസ്ത്ര വിദഗ്ധന്മാരാണ്. ഇതൊക്കെ കടൽ കടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ നേരിട്ടിട്ട് വേണം ഉള്ളിലേക്ക് കടക്കാൻ. സാമാന്യ ആളുകൾക്ക് ഈ കടൽ കടന്ന് അവിടെ എത്താൻ തന്നെ വിഷമം. എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സ്ഥിതി എന്ന് പറയാൻ. അത് കഴിഞ്ഞിട്ട് ഈ നിർബന്ധം എന്നുള്ളതിന് 10 കോടിയെന്നും 10,000 കോടിയെന്നൊക്കെ അർത്ഥം പറയുന്നുണ്ട്. ഏതായാലും നമ്മളെ സംബന്ധിച്ചോളം 10 കോടിയും 10,000 കോടിയൊക്കെ ഫലത്തിലൊന്നും തന്നെ. കാരണം നമ്മളെ സങ്കല്പിക്കാതെ 10,000 കോടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വലിപ്പമുള്ള സംഖ്യകളാണ്. അവരൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ മധ്യഭാഗം കാക്കാൻ വേണ്ടിയിട്ട് രാക്ഷസന്മാർ 1.25 കോടി രാക്ഷസന്മാരുണ്ട്. ഇതൊക്കെ ഓരോരോ ദ്വാരങ്ങളുള്ളത് പറഞ്ഞു. പിന്നെ വടക്ക് ഭാഗത്താകട്ടെ 10 കോടി ഉണ്ടെന്ന് പറഞ്ഞു. ഹനുമാൻ പറയുന്നത് ഞാൻ ആ പാലങ്ങളൊക്കെ തകർത്തു, കടങ്ങുകളൊക്കെ തകർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവാൻ പോകാനുള്ള നിലയ്ക്കാണ്. ഏതെങ്കിലും വിധത്തിൽ നമുക്ക് അതുകൊണ്ട് സമുദ്രം കടക്കാം. വാനരന്മാർ ലങ്കയെ തീർത്തും നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ വാനരന്മാർ ലങ്കയെ തകർക്കുമെന്നുള്ളതിന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഓരോ ആളും കേമന്മാരായിരിക്കുന്ന നേതാക്കന്മാരായിട്ട് വാനരന്മാർ ഓരോ ദിക്കിലേക്ക് നിയോഗിക്കാം. അതൊക്കെ ഇവിടുന്ന് വേണ്ടതുപോലെ പദ്ധതികൾ ഉണ്ടാവണം. മുൻപിൻ ഭാഗങ്ങളും നടുവിലെ ഭാഗവും വശങ്ങളൊക്കെ ആര് രക്ഷിക്കണം, ആരുടെ നേതൃത്വത്തിലാണ് പട നീങ്ങേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ പറയാൻ. അതുകൊണ്ട് അംഗദനും ദിവിതനും മൈന്ദനും ജാമ്പവാനും പരസനും നളനും സേനാപതിയായ നീലനും ഇവിടെ ഉണ്ട്. പിന്നെ എന്തിനാണ് മറ്റ് സൈന്യം? അവർ തന്നെ ഇതൊക്കെ നേരിടാൻ പര്യാപ്തരാണെന്നാണ് ഹനുമാൻ്റെ പക്ഷം. അതുകൊണ്ട് നമുക്കതൊക്കെ ഈ കോട്ടമതിലുകളും ശൈലങ്ങളും ഒക്കെ പറിച്ചെടുത്ത് വേണമെങ്കിൽ കൊണ്ടുപോകാൻ സാധിക്കും നമുക്ക്. ഇങ്ങനെയൊക്കെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പദ്ധതിയോടുകൂടി പറഞ്ഞു.
അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ വേണ്ടതായ വിളംബരം അങ്ങ് പുറപ്പെടുവിക്കൂ എന്നാണ്. ഏവം ആജ്ഞാപേക്ഷിപ്രം ബലാനാം സർവസംഗ്രഹം മുഹൂർത്തേന യുക്തേന പ്രസ്ഥാനാം അഭിരോധയ. അവിടെ പുറപ്പാട് സൈനിക നീക്കങ്ങൾ ആരംഭിക്കാതെ ലങ്കയിലേക്ക് സൈനിക നീക്കങ്ങൾ ആരംഭിക്കുക, അതിന് വേണ്ടതായ നിർദ്ദേശങ്ങളൊക്കെ സുഗ്രീവനും രാമനും കൊടുക്കേണ്ടതാണ് എന്നാണ് രാമൻ്റെ പക്ഷം. അപ്പോൾ സത്യപരാക്രമനായ രാമൻ അബ്രവീത് പറഞ്ഞു തന്നിവേദേശലങ്കാംബുരിം ഭീമസ്യ രക്ഷസാം. അപ്പോൾ ഈ സുഗ്രീവനോടായിട്ട് ഹനുമാനായിട്ട് കേൾക്കാൻ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ ഇപ്പം തന്നെ പുറപ്പെടാം, നമുക്ക് ലങ്ക ഇന്ന് തകർത്ത് കളയാമെന്ന് ഉത്സാഹത്തോടു കൂടി പറഞ്ഞു. ഈ മുഹൂർത്തത്തിൽ തന്നെ പുറപ്പെടുക നല്ലത്. ഇന്ന് ഉത്രനാളാണ്, നാളെ അത്തം പുറപ്പെടാം, സൈന്യത്തെ മുഴുവൻ കൂട്ടി പുറപ്പെടണം, നല്ല മുഹൂർത്തമാണ്. അഭിജിത്ത് എന്ന് പറയുന്ന മുഹൂർത്തത്തെക്കുറിച്ച് പുരാണങ്ങളിൽ എപ്പോഴും പറയും. ശുഭ മുഹൂർത്തമായി, ആ സമയത്ത് പുറപ്പെടാം. ഈ 4ാമത്തെ സർഗം കുറച്ച് ദീർഘമായ സർഗമാണ്, 120 ശ്ലോകങ്ങളിലായിരുന്നൊക്കെ വിസ്തരിച്ച് പറഞ്ഞത്. എന്ന് മാത്രമല്ല രാമൻ പറഞ്ഞു ധാരാളം ശുഭലക്ഷണങ്ങൾ കാണാനുണ്ട്. നിമിത്താനി ജപശ്യാമി യാനി പ്രാദുർഭവന്തി വൈ. ലക്ഷണശാസ്ത്രങ്ങളിൽ ഇന്ന ലക്ഷണങ്ങളൊക്കെ ശുഭപ്രദമാണ്, ഇന്നൊക്കെ നിമിത്തങ്ങൾ അശുഭങ്ങളാണെന്നൊക്കെ എത്രയോ കാലമായി വിശ്വസിക്കപ്പെടുന്നതാണ്. അതൊക്കെ എന്ത് പറയാൻ ഉപരിഷ്ടായനം സ്ഫുരമാണമിമം മമ. എൻ്റെ മുകളിലെ കണ്ണിമകൾ വിറയ്ക്കുന്നുണ്ട്. അതൊക്കെ പുരുഷന്മാർക്ക് ശുഭലക്ഷണമാണ്. അപ്പോൾ സുഗ്രീവൻ ലക്ഷ്മണനും എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ വാക്കൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തെ അനുമോദിച്ചു. ആ യുദ്ധത്തിന് ഇതിനായി പുറപ്പെടാമെന്ന് രാമൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിനനുമോദിച്ചു. അപ്പോൾ ആ രാമൻ വീണ്ടും പറഞ്ഞു, ഓരോരോ ദിക്കിലും 4 ഭാഗങ്ങളിലും ആരാണ് നേതൃത്വം കൊടുക്കേണ്ടതെന്ന് പറയാൻ. നീലൻ സൈന്യത്തിൻ്റെ നേതാവായി വഴി നോക്കി മുൻപിൽ നടക്കണം. അതുകൊണ്ട് എവിടേക്കാണ് ഭക്ഷ്യപദാർത്ഥങ്ങൾ കിട്ടുക, എവിടേക്കാണ് അപകടങ്ങളുള്ളത്, എവിടെയാണ് താഴ്ചയുള്ളത്, എവിടെയാണ് ഉയർച്ചയുള്ളത്, അപകട സാധ്യതകൾ, ഇതൊക്കെ നോക്കിക്കൊണ്ട് നീലൻ നേതൃത്വത്തിൽ കുറേ ആൾക്കാർ മുന്നിൽ സഞ്ചരിക്കണം. 100,000 വരുന്നതായ വാനരപ്പട അവരെ എന്ത് ചെയ്യട്ടെ, അനുഗമിക്കട്ടെ. എന്നിട്ട് നീലനോട് പ്രത്യേകം പറഞ്ഞു, തേന് ലഭിക്കുന്നു, ഫലമൂലങ്ങൾ ധാരാളമുള്ളതായ വഴി കണ്ടുപിടിക്കണം. ആ ദുരാത്മാക്കളായ രാക്ഷസന്മാർ പല അപകടവും ചെയ്തു വെച്ചിട്ടുണ്ടാവും, അതൊക്കെ വേണ്ട ശ്രദ്ധിക്കണം, എന്നിട്ട് വേണം പോകാമെന്ന് പറഞ്ഞു. ഇനി കുറേ ആൾക്കാർ എന്ത് ചെയ്യണം, പെട്ടെന്ന് പുറപ്പെടണമെന്നില്ല. ഊക്ക് കുറഞ്ഞവരുണ്ടെങ്കിൽ, വേണ്ടത്ര ധൈര്യമോ സാമർഥ്യമോ തങ്ങൾക്കുണ്ട് എന്ന് ബോധ്യമില്ലാത്തവർ ഇവിടെ നിൽക്കട്ടെ. ബാക്കിയൊക്കെ ലങ്കയിലെത്തിയ ശേഷം ആലോചിക്കാമെന്നായിരിക്കണം. അതുകൊണ്ട് ഊക്ക് കുറഞ്ഞവരുണ്ടെങ്കിൽ അക്കാലം ഇവിടെ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത്. എത്തുഫലം ഫൽഗൂബലം കിഞ്ചിൽ തദൈവ തദത്രൈവ ഉപപദ്യതാം ഏതീർത്തിയം ഘോരം നോ വിക്രമേണ പഞ്ചിതാം. വിക്രമശാലികളായ ആൾക്കാർക്ക് ആദ്യം പുറപ്പെടണേന്നർത്ഥം. കടൽ പോലെ ഭീമമായിട്ടുള്ളതാണ് ഈ പെരുമ്പട. ലക്ഷക്കണക്കിന് പറഞ്ഞാൽ പോലെ 1000 കോടിക്കണക്കിന് എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും വിലയുള്ളതാണ് ഈ വാനര സൈന്യം. അതുകൊണ്ട് അതിൻ്റെ വലതുഭാഗം ഋഷഭൻ എന്ന് പറയുന്നതായ ശ്രേഷ്ഠ വാനരൻ സംരക്ഷിക്കട്ടെ. സൈന്യത്തിൻ്റെ മധ്യത്തിന് ഉത്സാഹം പകർന്നുകൊണ്ട് ഞാൻ രാമൻ ഹനുമാൻ്റെ മുതുകിൽ കയറിയിരിക്കും. ലക്ഷ്മണനാകട്ടെ അംഗദൻ്റെ മുതുകിൽ സഞ്ചരിക്കും. ജാമ്പവാൻ എന്ന് പറഞ്ഞ മഹാകേമനായിക്കുന്ന രക്ഷരാജൻ, പക്ഷേ ഒരു കരടിക്കുരങ്ങാൻ, സാധാരണ കുരങ്ങെല്ലാം അർത്ഥം. സുഷേണനും കൂടി എന്ത് ചെയ്യട്ടെ, സൈന്യത്തിൻ്റെ പിൻഭാഗം കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെ ഓരോ ആൾക്ക് ഓരോരോ നിർദ്ദേശങ്ങളൊക്കെ പറയാൻ വളരെ വിശദമായിട്ടാണ് പറയുന്നത്. പിന്നെ പറഞ്ഞു 100,000 10,000 കോടിയുള്ളതായ വാനരന്മാരെ പിന്തുടർന്ന് അങ്ങനെ യാത്രയായി. പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അവർ ഗംഭീരമായ ഘോഷത്തോടു കൂടി വാനരന്മാർ ലങ്കയെ തകർക്കാതൊക്കെ വേണം രാമന് സഹായികളായിട്ട് യാത്ര ആരംഭിച്ചു. ഇപ്പോഴവർ നേരത്തെ ഹനുമാൻ ഏത് സ്ഥലത്ത് നിന്ന് ലങ്കയിലേക്ക് ചാടിയോ അവിടത്തേക്കാണ് പോകുന്നത്, ഒരിക്കരയ്ക്കാണുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വേണം ഈ സേതുബന്ധനം, ലങ്കയിലേക്കുള്ള പ്രവേശനമൊക്കെ. ആ വഴിമാത്രത്തിൽ തന്നെ അവർ ബലശാലികളായ വാനരന്മാർ കുറേയൊക്കെ ചവലന്മാരെ പോലെ പെരുമാറി. ചിലർ ചാടിത്തുള്ളി, ചില വാലിട്ടടിച്ചു, ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഹർഷോത്സവത്തോട് കൂടിയിട്ട് ഓടി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ആ ചാബല്യവും യുദ്ധത്തിൽ തങ്ങൾക്ക് നല്ല സന്തോഷവും. കാരണം അവരൊന്നും ഭീരുക്കളായിരുന്നില്ല. അതുകൊണ്ട് ആപ്ലവന്തപ്ലവന്തസ്തപ്ലവങ്കമ ക്ഷേളന്തോ നിരനന്ദസ്ത ജഗ്മണുവൈ ദക്ഷിണാം ദിശം എന്നൊക്കെയാണ് അവർ പുറപ്പെട്ടതെന്നർത്ഥം. എന്നിട്ട് ചെല്ലെന്താണ് അന്യോന്യം സഹസാ ദൃപ്ത നിർവഹന്തി ക്ഷിപന്തിജ പതന്തസ്ത ഉൽപ്പതന്തി അന്യേ പാതയന്ത്യപരേ വരാൻ.
ചില അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വൃക്ഷങ്ങളൊക്കെ തകർത്തു, ചില ആർത്ത് നടന്നു, ചില അന്യനെ തള്ളിയിട്ടു, വീഴ്ത്തിയവരോട് തട്ടിക്കയറി, ഇതുപോലെ തമാശകളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് അവർ പുറപ്പെട്ടത്. ഏതായാലും നമ്മൾ ലങ്കയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ രാവണൻ ബാക്കിയുണ്ടാവുന്നൊക്കെ വമ്പു പറഞ്ഞു. രാവണോനോ നിഹന്തവ്യ സർവേജ രജനീജരാ ഇത് ഗർജന്തി, സകല രാക്ഷസന്മാരെയും കൊല്ലണ്ടുണ്ടെന്നൊക്കെ അലറി വിളിച്ച് പറഞ്ഞുകൊണ്ടൊക്കെയാണ് അവർ പുറപ്പെട്ടത്. കുറച്ച് കേമായിട്ടുള്ള വിവരണമാണ് ഇവിടെ. ആ സംഖ്യകളൊക്കെ അത്ഭുതമാണ്. ഇതാ കോടി ശതപരീവാര കേസരി വനസോഗജാം. കേസരി എന്ന് പറയുന്ന വാനരൻ അനവധി സൈന്യങ്ങളോട് കൂടിയിട്ട് വന്നു എന്നാണ്. ശതബലി എന്ന് പറയുന്ന ആൾ 10 കോടി വാനരന്മാരോട് കൂടിയാണ് വന്നത്. കേസരി ആകട്ടെ 100 കോടി ഭടന്മാരോട് കൂടിയാണ്. പനസൻ, ഗജൻ, അർക്കൻ എന്നുള്ള ആൾക്കാർ ഒരു ഭാഗത്ത് ആയിരക്കണക്കിന് വാനരന്മാരോട് കൂടി നിന്നു. ദരീമുഖൻ, പ്രജങ്കൻ, ജംഭൻ, അകമ്പൻ, ഇങ്ങനെ അനവധി ആൾക്കാരുടെ പേര് പറയാൻ. ഇങ്ങനെ അവരൊക്കെ കൂടിയിട്ട് ഈ സഹ്യപർവ്വതത്തിൻ്റെ 100 പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് എത്തിക്കുന്നതായുള്ളൂ. ഈ പർവ്വതനിരകൾ വളരെ ദീർഘമായി നീണ്ടു കിടക്കുന്ന അതിൻ്റെ ഒരു ഭാഗത്തൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജഗാമരാമോധർമാത്മാ സസൈന്യോ ദക്ഷിണാം ദിശം. അങ്ങനെ ലങ്കയ്ക്ക് കിഴക്കേ ദക്ഷിണ തീരത്തിൽ അവരെത്തിച്ചേർന്നു. എന്നിട്ട് അവിടെ പറഞ്ഞു, നല്ല ലക്ഷണത ശുഭാനിത പശ്യാമി സർവണ്ണി അർത്ഥസിദ്ധേ. രാമലക്ഷ്മണനോട് പറഞ്ഞു, നമുക്ക് ശുഭമായി തീരുന്നതാണ് തോന്നുന്നത്, അനുകൂലമായിട്ടാണ് കാറ്റ് വീശുന്നത് എന്നൊക്കെ പഴയ ലക്ഷണശാസ്ത്രങ്ങൾക്കനുസരിച്ച് തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പുറപ്പെട്ട സമയമൊക്കെ കേമാണെന്ന് പറയാൻ. ശുക്രനിത ഭാർഗവനായ ശുക്രൻ പ്രസന്നനായി ചേർന്നിരിക്കുന്നു. മഹാത്മാക്കളായ ഇക്ഷ്വാക്കുകളുടെ കുലനക്ഷത്രമായ വിശാഖ നക്ഷത്രം വേണ്ട പോലെ ശോഭിക്കുന്നുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് രാക്ഷസന്മാരുടെ നാശത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം വ്യൂഢാനി കവിത ഇഞ്ഞാനീ പ്രകാശന്തേധികം പ്രഭോ. ഈ വാനര സൈന്യങ്ങൾ വേണ്ട പോലെ പ്രകാശമാനമാരായിട്ടുള്ള ദേവാനാമയോ സൈന്യാനീന, ദേവസൈന്യങ്ങളെ പോലെ ഉത്സാഹത്തോടു കൂടിയും തേജസ്സോടു കൂടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ പലതരത്തിലുള്ള അഭിമാനവാദങ്ങളോട് കൂടിയിട്ട് ഒക്കെ യാത്രയിൽ പറയുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ വാനരാണാം സുഖോരാണാം, ഘോരന്മാരായിരിക്കുന്ന വാനന്മാരോട് കൂടിയിട്ട് അവർ പുറപ്പെട്ടു വന്നാൽ. പിന്നെ അവർ വഴിക്കേണ്ട കാഴ്ചകൾ, അനേക തരത്തിലുള്ള വൃക്ഷങ്ങൾ, ജന്തുവർഗ്ഗങ്ങൾ, ഇതിനൊക്കെ വർണ്ണിക്കുന്നുണ്ട് വിസ്തരിച്ചില്ല. അതൊക്കെയാണ് ഈ സർഗം കുറച്ച് ദീർഘമാവാൻ കാരണം. എന്തൊക്കെ ഇതാ ചിരിവില മധുകാച്ച പഞ്ചുള ഗുണസ്ഥത കഞ്ചകാസ്തിലകാച്ചൈവ നാഗവൃക്ഷാസ്ത പുഷ്പിതാഹ ഭൂതാ പാടലികാച്ചൈവ ഗോവിതാരാച്ച പുഷ്പിത മുജുലിന്ദ അർജുനാശ്ചൈവ ശിംശഭ കുടജാസ്തഥ. ഒക്കെ ധാരാളം വൃക്ഷങ്ങളുടെയും വള്ളികളുടെയൊക്കെ പേര് പറയാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. വനവർണ്ണ വാൽമീകി രാമായണത്തിൽ അനേക ദിക്കിൽ വളരെ വിസ്തരിച്ച് കാണാം. ഇങ്ങനെയൊക്കെ ആണ് അവർ പുറപ്പെട്ടത്. എങ്ങനെ അവരെന്ത് ചെയ്തു? അധൗതോ പലതലം ദൗതോ പലതലം തോയൗഹൈ സഹസോത്ഥിതൈ വേലാമാസാദ്യ വിപുലാൻ രാമോ വചനമബ്രവീത്. അവരൊക്കെ കൂടിയിട്ട് അവരാക്കാട്ടെ ലങ്കയിലെ എതിർവശത്തെത്തിയതാണെന്ന് അർത്ഥം. അപ്പോഴാണ് രാമൻ പറഞ്ഞു, സുഗ്രീവ, നമ്മൾ വരുണാലയത്തിൽ, അതായത് സമുദ്രത്തിൻ്റെ തീരത്ത് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഇതെങ്ങനെ കടക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് വിചാരിക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ സമുദ്രത്തിൽ നിന്ന് വിദൂരത്തിലായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചു. ഇപ്പോൾ എന്ത് ചെയ്തു? അത് മുന്നിൽ വന്നിരിക്കുക. ഇനിയിപ്പോൾ എങ്ങനെയാണിത് കടക്കുക? ഞാൻ ആലോചിച്ചു. എങ്ങനെയാണെന്ന് ഒരു നിവേശസ്ഥാനം ഉണ്ടാക്കുക എന്ന് പറയാണ്. അതിന് അപ്പോൾ ക്ഷീണിച്ചു പോയ രാമൻ എല്ലാവർക്കും വാസസ്ഥാനം ഒരുക്കാൻ നിർദ്ദേശിച്ചു. ഈ കടൽ കടക്കുന്നവരെ, സേതുബന്ധമൊക്കെ ചെയ്യുന്നവരെ ഇത്രയും വാനന്മാർ താമസിക്കുകയൊക്കെ വേണമല്ലോ. താമസിക്കാൻ കഴിച്ചു കൂട്ടാൻ സ്ഥലം വേണം. അതൊക്കെ വേണ്ട പോലെ ചെയ്യുമെന്ന് നിർദ്ദേശം കൊടുത്തു. എന്നിട്ട് അക്കരയ്ക്ക് കിടക്കുന്നതിനെ കുറിച്ചിട്ട് ഉത്സാഹം കൂടി ഇങ്ങനെ ആലോചിച്ചു. ഞാൻ ഈ സൈന്യസന്നാഹത്തിൻ്റെ ശബ്ദം തന്നെ ഈ സമുദ്രത്തിലെ തിരമാലകളെക്കാൾ വലിയ ശബ്ദമുണ്ടായിക്കൊണ്ടാണ് അവർ നിന്നിരുന്നത്. ഈ വാനരന്മാരെ 3ആയി തിരിക്കുന്നുണ്ട് അവർ. രക്ഷന്മാർ, ഗോലാങ്കുലന്മാർ, വാനരന്മാർ, സാധാരണ വാനരന്മാർ, മറ്റത് വീണ്ടും അടിച്ച വാലോടുകൂടിയവർ എന്നൊക്കെ പറയുകയാണ്. രക്ഷന്മാരെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കരടിക്കുരകന്മാരാണ്. അങ്ങനെയുള്ളവർ ഈ സമുദ്രതീരത്ത് ഉത്സാഹഭരിതരായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് 4-ാമത്തെ അധ്യായം
ആദ്യത്തെ സർഗം അവസാനിക്കുന്നത്. അതോ വിസ്മയമാവന്ന ഹരയോ ദധിരാം. ഈ വിസ്മയം കൊണ്ടിരിക്കുന്ന ഈ വാനരന്മാർ ഇരച്ചു പൊങ്ങുന്ന തിരമാലകളോടുകൂടിയായ സാഗരം നോക്കി കണ്ടു. അവരവിടെ എത്തി. അഞ്ചാം സർഗത്തിൽ നീലൻ ഈ വാനരന്മാരൊക്കെ വെള്ളം പോലെ നയിച്ചു. അവരെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ട് 4 പുറയും സഞ്ചരിച്ചു. വെച്ചാൽ വലിയ വാനരക്കൂട്ടമാണ്. അവരുടെ 4 പുറയും സഞ്ചരിച്ചു. അതിൽ ആ സമയത്ത് ലക്ഷ്മണൻ നോക്കിയിട്ട് രാമൻ പറഞ്ഞു. അവിടെ രാമൻ്റെ ഒരു വിലാപമാണ്. രാമൻ വീണ്ടും സീതയെക്കുറിച്ച് വിചാരിച്ച് ദുഃഖിക്കുകയാണ്. അവൾ എന്നിൽ നിന്ന് അകന്നുപോയി എന്ന് വിചാരിക്കുന്നവർ എനിക്ക് ദുഃഖമാണ്. സാധാരണ ഇതിൽ ആളുകൾ പറയുക ദിവസം കഴിയും തോറും ദുഃഖം കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് സാധാരണ പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെയല്ല എന്നൊക്കെ രാമൻ ലക്ഷ്മണനോട് പറയാ. നമേ ദുഃഖം പ്രിയ ദൂരേ നമേ ദുഃഖം ഹൃദയദിത ഏതദേവ അനുശോചാമി വയോസ്യതി വർദ്ധതേ ഉള്ള വിവാദം സൃഷ്ടിച്ചൊരു ശ്ലോകമാണ്. അവിടെ പറയുന്നത് എനിക്ക് യഥാർത്ഥത്തിൽ ഈ സീത നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ല സങ്കടമുള്ളത്. മറിച്ച് എന്താണ്, അവളുടെ ആയുസ് വെറുതെ പോവാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അവളുടെ യൗവനം പോയി പോവാണല്ലോ എന്നാണ് എനിക്ക് സങ്കടമെന്ന് അനുജനോട് പറയുന്നതായിട്ടാണ് വർണ്ണന. ഇത് പല വ്യാഖ്യാതാക്കളാണ്. വള്ളത്തോളുടെ തർജ്ജമയുള്ളത് എനിക്ക് തേമാൽ അവൾ തൻ പ്രായം പോവുകയല്ലയോ എന്നാണ് തർജ്ജമ ചെയ്തത്. അതിനെ പിടിച്ചിട്ടാണ് കുട്ടീശ്വരനാർ പറയുന്നത് രാമൻ യഥാർത്ഥത്തിൽ പ്രമേയമല്ല കാമ ഉണ്ടായിരുന്നത്. താൻ സീത അപഹരിക്കപ്പെട്ടു എന്നുള്ളൊരു പോലെയാണ് അദ്ദേഹത്തിന് ദുഃഖമുള്ളത്. മറിച്ച് അവളുടെ യൗവനം, അപ്പോൾ കാമമായിട്ട് ബന്ധപ്പെട്ട യൗവനം നശിച്ചു പോകാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ദുഃഖമുള്ളത്. ഡോക്ടർ ഇല്ലാതെ പറയുന്നത് അങ്ങനെയല്ല, അവളെ യഥാർത്ഥത്തിൽ ആയുസ് പോകാണല്ലോ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അത് വിചാരിച്ചിട്ട് എനിക്ക് ദുഃഖമുണ്ടെന്നാണ്. എന്നിട്ട് ആ സീതയുടെ ഒരു വർണ്ണനയൊക്കെ അനുജനായ ലക്ഷ്മണനോട് രാമൻ ചെയ്യുന്നതായിട്ട് രാമായണത്തിൽ കാണാം. അവളുടെ സ്തനഭാരങ്ങളെക്കുറിച്ചും ഉന്നതമായ നിതംബത്തെക്കുറിച്ചും അവളുടെ മനോഹരമായ ശരീര ലാവണ്യത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ അനുജനായ ഒരാളോട്, അതും ഭാര്യയിൽ നിന്ന് അകന്നു കഴിയുന്ന, ഭാര്യയെ കൊട്ടാരത്തിൽ വിട്ടും വെച്ച് വന്നിട്ടുള്ള ആളാ ലക്ഷ്മണനെ, അങ്ങനെയുള്ളൊരു അനുജനോട് രാമനെ പോലെ ഒരു പുരുഷോത്തമം പറയുമോ എന്നാണ്. അപ്പോൾ ചിലർ പറയുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ പിൽക്കാലത്ത് ആരൊക്കെയോ കൂട്ടിച്ചേർത്തായിരിക്കണം എന്നാണ്. കാരണം പറയുന്നതൊക്കെ എന്താണ് ആ അർത്ഥത്തിൽ. എന്നിട്ട് അതിനിടയ്ക്ക് രാമൻ പറയുന്നില്ല ഞാൻ ഈ വെള്ളത്തിലിറങ്ങിയിരിക്കാം, അങ്ങനെയാണെങ്കിൽ കാമമാകുന്ന അഗ്നി എന്നെ ദഹിപ്പിക്കാതിരിക്കുന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ അവളുടെ വിയോഗമാകുന്ന ഇന്ധനം അത് കത്തിയിട്ട് എൻ്റെ ഹൃദയമൊക്കെ തകരാണ്. അവൾ ശുശ്രൂണിയാണ്, താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവളാണ്. അവളെ ഞാൻ ഇനി എപ്പോഴാണ് കാണുക? കഥാനുകല് ശുശ്രൂണിയും ശതപത്രായ ദക്ഷണാം വിജിത്യ ശത്രുൻ ദക്ഷ്യാമി സീതാം സീതാമിവ ശ്രിയം എന്നുപറഞ്ഞ വിലാപമാണ്. താലഫലം പോലെയുള്ളതായ വറകൊള്ളുന്നവയാണ്, ഇടതൂർന്ന പീനസ്ഥലങ്ങളോടുകൂടിയവളാണ്. അവളെ ഞാൻ മാറോടണച്ച് എപ്പോഴാണ് ആസ്വദിക്കുക? തൗ തസ്യാസഹിതൗ പീനൗ സ്തനൗ താലഫലോപമൗ കഥാനു ഖലു സോൽക്കംബോ ശ്ലിഷ്യന്ത്യാവാം ഭജിഷ്യഥാം. അപ്പം ഇങ്ങനെ കാമാകുലമായ വർണ്ണനകൾ, സീതയെക്കുറിച്ചുള്ള ആ വിരഹതാപം ഒക്കെ ലക്ഷ്മണനോട് പറഞ്ഞു എന്നാണ് ഇവിടെയുള്ളത്. ഇതൊക്കെ ഒരു പുരുഷശ്രേഷ്ഠനായ ആൾ സ്വന്തം സഹോദരനോട് ഇങ്ങനെയൊക്കെ പറയുമോ എന്നാണ് ചിലർക്ക് വിപരീതവാദം. ചിലർ പറഞ്ഞു ഇതൊക്കെ പ്രക്ഷിപ്തങ്ങളായി പിൽക്കാലത്ത് ചേർത്തിരിക്കാനാണ് ഇട എന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെ ഇന്നത്തെ ഗ്രന്ഥങ്ങളിൽ കാണാനുണ്ടെന്ന് മാത്രം. കഥ ശോകവിമംഘോരം മൈഥിലി പ്രയോഗരം. അവിടെ സീതയോട് പിരിഞ്ഞിരിക്കുന്ന എൻ്റെ ദുഃഖം ഞാൻ എങ്ങനെ മറക്കും? എപ്പോഴാണ് എനിക്കത് ഇല്ലാതാക്കാൻ കഴിയുക? സഹസാ വിപ്രമോക്ഷ്യാമി വാസശുക്ലേത രഞ്ജിതാ. അത് മലിനമായ വസ്ത്രം അഴിച്ചു കളയുന്ന പോലെ ഈ ദുഃഖം എന്നിൽ നിന്ന് എപ്പോഴാണ് പോകുക, എനിക്ക് എപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഏവം വിലപതസ്തസ്യ, ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരുന്നതാണ്. തസ്യ രാമസ്യ ധീമത ദിനക്ഷയാൻ മന്ദവപുർ ഭാസ്കരോ അസ്തമുപാഹമൽ. ഇങ്ങനെയൊക്കെ തന്നിൽ നിന്ന് അകന്നുപോയ സീതയെക്കുറിച്ച് വളരെയധികം രാമൻ വിലപിച്ചുകൊണ്ടിരിക്കെ സൂര്യൻ അസ്തമിക്കാറായി എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ആ രാമൻ സീതയെക്കുറിച്ച് തന്നെ വിചാരിച്ച് ദുഃഖിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് 5ാമത്തെ സർഗം. ഇനി 6ാമത്തെ സർഗം നമുക്ക് പറയാൻ ഇരിക്കുന്നത് ഇതേ സമയത്ത് ലങ്കയിൽ എന്തൊക്കെ സംഭവിച്ചു. ശത്രുസൈന്യം, അതായത് വാനര സൈന്യം രാവണന് വരുന്നുണ്ടെന്നൊക്കെ ചാരന്മാർ മുഖാന്തരം രാവൺ അറിയുമായിരുന്നു. അപ്പോൾ അവരെ നേരിടാൻ തക്കോണം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അവരാലോചിച്ചു. ആ കാര്യങ്ങളൊക്കെയാണ് ഇനി കുറച്ച് സർഗങ്ങളിൽ ലങ്കയിലെ ആലോചനകളും അവിടെയുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം. തൽക്കാലം അവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.